നമസ്കാരം മക്കളെ, സൂപ്പർ നോട്ട്സിന്റെ മറ്റൊരു യൂട്യൂബ് സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് ഡിഗ്രി ലെവലിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു PSC എക്സാമിനേഷൻ നമ്മുടെ മുൻപിലേക്ക് വന്നിരിക്കുകയാണ്. അതായത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് സിലബസ് നമുക്ക് കിട്ടി. അതിന്റെ എക്സാം എന്നത്തേക്കാണ് ഉണ്ടാവുക എന്ന് നമ്മളോട് PSC പറഞ്ഞിട്ടുണ്ട്. കലണ്ടറൊക്കെ വന്നു, കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടിരിക്കുകയാണ്. ഇനി നമ്മുടെ അപ്രോച്ച് എന്താവണം, അതായത് എങ്ങനെയാണ് നമ്മൾ പഠിച്ച് മുന്നോട്ട് പോകേണ്ടത്, ഇനി എത്ര സമയം നമ്മുടെ മുൻപിലുണ്ട്, അതിനായിട്ട് വിനിയോഗിക്കാൻ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാനായിട്ട് കഴിയുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ മനസ്സിലാവേണ്ടതായിട്ടുണ്ട്. കുറെ അധികം കുട്ടികൾ തുടക്കക്കാരായിട്ട് PSCയിൽ പഠിച്ചു തുടങ്ങുന്ന ആളുകൾ ഉണ്ടാവും. അതേപോലെ തന്നെ കുറെ നാളുകളായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ടാവും. നമ്മൾ സത്യത്തിൽ സ്ട്രാറ്റജി അറിഞ്ഞ് കൃത്യമായിട്ട് എന്താണ് സ്ട്രാറ്റജി, എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് അറിഞ്ഞു പഠിച്ചാൽ മാത്രമേ നമുക്ക് വിജയിക്കാനായിട്ട് കഴിയുകയുള്ളൂ. ഞാൻ ഡിഗ്രി ലെവൽ പ്രിലിമിനറി പരീക്ഷയ്ക്ക് കഴിഞ്ഞ നാളുകളിൽ ഏറ്റവും കൂടുതൽ വെയിറ്റേജോട് ചോദിച്ച ചോദ്യങ്ങളുടെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വന്ന ഭാഗം ഏതാണ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തേക്കാം, അതൊന്ന് കാണുക. അതിന്റെ ലിങ്ക് കൂടി ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ ഐ ബട്ടണിലോ തരാനായിട്ട് പറയാം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് അതുകൂടി പഠിച്ച് മനസ്സിലാക്കുക. ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ഡിഗ്രി ലെവൽ പ്രിലിമിനറി പരീക്ഷയ്ക്കും മെയിൻസിന്റെ പേപ്പർ 1 പേപ്പർ 2 ഈ സിലബസുകളിൽ കോമൺ ആയിട്ട് നമുക്ക് പഠിക്കാൻ കഴിയുന്ന മാർക്ക്, ഒരു പഠനത്തിൽ നിന്ന് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറയുന്നത്, അതായത് ഒരു വെടിക്ക് 2 പക്ഷി എന്നൊക്കെ പറയുന്നത് പോലെ ഒരു പഠനത്തിൽ നിന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ, രണ്ടിലും പ്രയോജനം ചെയ്യാൻ കഴിയുന്ന ടോപ്പിക്കുകൾ ഏതൊക്കെയാണ് എന്നുള്ള ഒരു വിഷനാണ് ഞാൻ ഇന്നിവിടെ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഈ ഒരു സെഷനിലേക്ക് സ്വാഗതം. അതായത് ഡിഗ്രി ലെവൽ പ്രിലിമിനറി എക്സാമിനേഷൻ മെയ് ജൂലൈ മാസങ്ങളിലേക്കാണ് ഉണ്ടാവാനായിട്ട് സാധ്യതയുള്ളത്. ദെൻ മെയിൻസ് ആണെങ്കിലോ വീണ്ടും ഒരു 2 മാസങ്ങൾ കൂടിയൊക്കെ കഴിഞ്ഞ് ഒരു സെപ്റ്റംബർ മാസത്തേക്കൊക്കെ എന്ത് വരും, മെയിൻസും വരും. അപ്പൊ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റും അതേപോലെ തന്നെ സബ് ഇൻസ്പെക്ടറും ആണ് നിലവിൽ എന്തുള്ളത്, ഏറ്റവും പ്രധാനപ്പെട്ട ഡിഗ്രി പ്രിലിംസിലുള്ളത്. അതുപോലെ തന്നെ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസറും ഇതിനകത്തിൽ തന്നെ ഉണ്ടാവും. എങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട കോമൺ ആയിട്ട് വരുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റും അതേപോലെ തന്നെ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസുമാണ് ഇതിനകത്തിലെ ഏറ്റവും ക്ലാമറസ് ആയിട്ടുള്ള 2 പോസ്റ്റുകൾ. ഓക്കെ, അതില് ഡിഗ്രി ലെവൽ പ്രിലിമിനറിയുടെ സിലബസ് നമ്മളിപ്പോൾ പരിശോധിക്കും. അതിനുശേഷം മെയിൻസ് വരുമ്പോഴത്തേക്കും സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻസിന്റെ മെയിൻസിനാണെങ്കിൽ 2 പേപ്പറുകളാണുള്ളത്. അതായത് പേപ്പർ 1 ഉണ്ടാകും, പേപ്പർ 2 ഉണ്ടാകും. 2 എക്സാമിനേഷൻ ആണ്. അതായത് ഡിഗ്രി പ്രിലിംസിന് 100 മാർക്കിൽ ഒറ്റ പരീക്ഷയായിരിക്കും ഉണ്ടാവുക. എന്നിട്ട് മെയിൻസിലേക്ക് എത്തുമ്പോൾ പേപ്പർ 1-ന് 100 മാർക്കിന്റെ ക്വസ്റ്റ്യനും പേപ്പർ 2-ന് 100 മാർക്കിന്റെ ക്വസ്റ്റ്യനുമാണ് ചോദിക്കുക. പേപ്പർ 1-ന് 100 മാർക്കിന്റെ ക്വസ്റ്റ്യനും പേപ്പർ 2-ന് 100 മാർക്കിന്റെ ക്വസ്റ്റ്യനുമായിരിക്കും ചോദിക്കുക. അപ്പൊ പേപ്പർ 1-ന് 100 മാർക്കിന്റെ ചോദ്യം എന്ന് പറയുമ്പോൾ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഉച്ചയ്ക്ക് മുമ്പായിട്ട്, ഒരു ദിവസത്തിന് ഉച്ചയ്ക്ക് മുമ്പായിട്ട് പേപ്പർ 1 എക്സാമും ഉച്ചയ്ക്ക് ശേഷം പേപ്പർ 2 എക്സാമും അങ്ങനെയാണ് നടക്കുക എന്നുള്ളതാണ്. നോക്കി, ഇനി നമ്മൾ ഡിഗ്രി പ്രിലിമിനറിയുടെ സിലബസ് ഒന്ന് നോക്കാം. അതായത് ഡിഗ്രി പ്രിലിമിനറിക്ക് 100 മാർക്കിന്റെ ചോദ്യങ്ങളാണ് വരിക. 100 മാർക്കാണ് ആകെ എന്ത് ചെയ്യുക, ചോദിക്കുക. അതിൽ നോക്കിക്കടാ, ജനറൽ നോളജ് എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് 50 മാർക്കും, ദെൻ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം എന്ന ഭാഗത്ത് നിന്ന് 50 മാർക്കും. അങ്ങനെയാണ് ചോദ്യങ്ങൾ വരിക. അപ്പൊ 50:50 എന്ന് പറയുന്ന റേഷ്യോ ആണ്. GK മാത്സ്, മെന്റൽ എബിലിറ്റി, അതായത് മാത്സ്, മെന്റൽ എബിലിറ്റി, ഇംഗ്ലീഷ് ഗ്രാമർ വൊക്കാബുലറി, ദെൻ മലയാളം ഗ്രാമർ വൊക്കാബുലറി. അങ്ങനെ ആകെ 50 മാർക്കുമാണ് വരിക. അപ്പൊ 50:50 എന്ന് പറയുന്ന ഒരു അനുപാതം അവിടെ കീപ്പ് ചെയ്യുന്നുണ്ട്. അതിൽ തന്നെ ഹിസ്റ്ററി 10 മാർക്കിനാണ് വരിക. ദെൻ ജോഗ്രഫി 5 മാർക്ക്, എക്കണോമിക്സ് 5 മാർക്ക്, സിവിക്സ് 5 മാർക്ക്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ 5 മാർക്ക്, ആർട്ട്, ലിറ്ററേച്ചർ, കൾച്ചർ, സ്പോർട്സ് ഭാഗങ്ങൾ 10 മാർക്ക്. ദെൻ കമ്പ്യൂട്ടറിന്റെ ബേസിക്സ് ആണെങ്കിൽ അവിടെ 5 മാർക്ക് വരുന്നുണ്ട്. ദെൻ സയൻസ് ആൻഡ് ടെക്നോളജി 5 മാർക്കാണ്. ഇങ്ങനെയാണ് പ്രിലിമിനറിയുടെ GK ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ. ദെൻ അതിനുശേഷം സിമ്പിൾ അരിത്മെറ്റിക്, മെന്റൽ എബിലിറ്റി, റീസണിംഗ് ഭാഗത്തു നിന്ന് 20 മാർക്കിന്റെ ചോദ്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ചോദിക്കുന്നുണ്ട്. ദെൻ ജനറൽ ഇംഗ്ലീഷ് ആണെങ്കിൽ 20 മാർക്ക്, മലയാളം സിലബസിൽ നിന്ന് 10 മാർക്ക്. ഓക്കെ, ഇതാണ് പ്രിലിമിനറിയുടെ സിലബസ്. ഇനി നമ്മൾ നേരെ പേപ്പർ 1-ലോട്ട് പോകും. അതായത് സെക്രട്ടറി ടെസ്റ്റിന്റെ പേപ്പർ 1-ലോട്ട് പോവാണ്. അവിടെ എന്താണ് കാണാൻ കഴിയുക, ഇതാണ് പേപ്പർ 1-ന്റെ സിലബസ് കേട്ടോ. മെയിൻസിന്റെ പേപ്പർ 1 സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്. അവിടെ എന്താണ് കാണുക, നോക്കിയേ. ഹിസ്റ്ററി അവിടെ 7 മാർക്ക് ചോദിക്കുന്നുണ്ട്. ഇവിടെ പ്രിലിമിനറിക്ക് 10 മാർക്കാണ്. ഇവിടെ വരുമ്പോഴത്തേക്ക് എത്ര, 7 മാർക്ക്. അപ്പൊ 10+7 17 മാർക്കിന് ഒരേ ടോപ്പിക്ക് തന്നെ എന്ത് ചെയ്യാണ്, ചോദിക്കുകയാണ്. അതായത് പ്രിലിമിനറിക്ക് പഠിക്കുന്ന അതേ ടോപ്പിക്ക് തന്നെ ഹിസ്റ്ററി എവിടെയും വരുന്നുണ്ട്, മെയിൻസിന്റെ പേപ്പർ 1-ലും വരുന്നുണ്ട്. അവിടെ നിന്ന് 7 മാർക്ക് വരുന്നു. അങ്ങനെ ആകെ 17 മാർക്ക്. ദെൻ ജോഗ്രഫി ആണെങ്കിൽ പ്രിലിംസിന് 5 മാർക്ക്, മെയിൻസിന് 7 മാർക്ക്. അങ്ങനെ 5+7 ആണ് ഇവിടെ വരുന്നത്. ടോട്ടൽ വരുന്നത് 12 മാർക്ക് വരുന്നുണ്ട്. അതായത് പേപ്പർ 1 പേപ്പർ 2. എക്കണോമിക്സ് ആണെങ്കിലും സെയിം 5+7 12 മാർക്ക് വരുന്നുണ്ട്. ദെൻ ലൈഫ് സയൻസ്
പബ്ലിക് ഹെൽത്ത്. ഇവിടെ ഒരു പ്രത്യേകത, കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി ഈ 3 ഭാഗങ്ങളിൽ നിന്നായിട്ട് ആകെ 21 മാർക്കാണ് മെയിൻസിന് വരിക. എന്നാൽ ഇവിടെ വരുന്നത് എന്താണെന്ന് അറിയാമോ? സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറഞ്ഞുകൊണ്ട് 5 മാർക്കാണ്. അപ്പൊ ചിലപ്പോൾ ഇതിൽ നിന്ന് ബയോളജി റീജിയനിൽ വരുന്നത് ഒരു 2 ക്വസ്റ്റ്യൻ ആയിരിക്കാം, ദെൻ ഫിസിക്സ് റീജിയനിൽ വരുന്നത് 1-2 ചോദ്യങ്ങളായിരിക്കാം. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ വരുന്നത്, അതായത് പ്രിലിമിനറിക്ക് വരുന്നത്. അപ്പൊ സയൻസ് ആൻഡ് ടെക്നോളജി കുറച്ചുകൂടി വ്യത്യസ്തമായിട്ടുള്ള ഒരു സിലബസ് ആണ് പ്രിലിമിനറിക്കുള്ളത്. മെയിൻസിലേക്ക് എത്തുമ്പോഴാണ് ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വേറൊരു രീതിയിൽ, അതായത് കുറച്ചുകൂടി അകത്തോട്ട് കയറിയിട്ടുള്ള ഒരു പഠനം വേണ്ടത്. അപ്പൊ സയൻസ് ആൻഡ് ടെക്നോളജി സത്യത്തിൽ പ്രിലിമിനറിക്ക് ഒരു സിലക്റ്റീവ് സ്റ്റഡിയുടെ ആവശ്യമാണ് വരിക. അല്ലാതെ ഡീറ്റെയിൽഡ് ആയിട്ട് ആ സിലബസ് മുഴുവൻ പഠിച്ചാൽ നമുക്ക് റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് കുറവാണ്, നമുക്ക് എന്താണ് കുറെ സമയനഷ്ടം ഉണ്ടാകും എന്നുള്ളത് മാത്രമായിരിക്കും മിച്ചം. അപ്പൊ ആ ഒരു വിഷയത്തിൽ നമ്മൾ കാണിക്കേണ്ട സമീപനം എങ്ങനെയാണ്? കുറച്ചുകൂടി സെലക്റ്റീവ് സ്റ്റഡിയാണ്. ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് PSC ചോദിക്കുന്ന ചില റീജിയനുകളുണ്ട്, അവിടെ നിന്ന് എന്ത് ചെയ്യണം? കൂടുതലായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കണം. ഓക്കെ ആണല്ലോ, സെറ്റാണ്. ഇനി നോക്കിയടാ, ഇതിന്റെ മെയിൻസ് എക്സാമിനേഷൻ എത്തുമ്പോഴാണ് നമ്മൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഈ 3 എണ്ണത്തിലും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത്. 21 മാർക്കാണ് അവിടെ നിന്ന് ചോദിക്കുക. ദെൻ ആർട്സ്, ലിറ്ററേച്ചർ, കൾച്ചർ, അതേപോലെ സ്പോർട്സ് ഈ റീജിയണിൽ നിന്ന് ഈ മെയിൻസിലേക്ക് വരുമ്പോൾ അവിടെ എത്ര മാർക്കിന് ചോദിക്കുന്നുണ്ട്? 11 മാർക്കിന് ചോദിക്കുന്നുണ്ട്. പ്രിലിമിനറിക്ക് എത്രയാണ്? 10 മാർക്ക്. ടോട്ടൽ എത്രയാ മക്കളെ? 21 മാർക്കിന് എവിടെ നിന്ന് വരുന്നുണ്ട്? ആർട്ട്, സ്പോർട്സ്, ലിറ്ററേച്ചർ, കൾച്ചർ ഈ ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. അപ്പൊ ഇതിൽ നിന്ന് ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്യുന്നത് കറണ്ട് അഫയർ ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. ഇവിടെ ഒരു കാര്യം നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, സെപ്പറേറ്റ് ആയിട്ട് പ്രിലിമിനറിക്ക് കറണ്ട് അഫയർ നൽകിയിട്ടില്ല. എല്ലാ സബ്ജക്റ്റിന്റെയും കൂടെയാണ് കറണ്ട് അഫയർ എന്ന് പ്ലസ് തന്നിരിക്കുന്നത്. മെയിൻസിന്റെ സിലബസിലേക്ക് എത്തുമ്പോൾ പേപ്പർ 1 എന്തില്ല, അവിടെയും കറണ്ട് അഫയർ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. ഏറ്റവും കൂടുതൽ കറണ്ട് അഫയർ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ളത് എവിടെ നിന്നാണ്? ഈ ആർട്ട്, ലിറ്ററേച്ചർ, കൾച്ചർ, സ്പോർട്സ് അവാർഡ്സ് ചോദിക്കാം അവിടെ നിന്ന്. അതേപോലെ പുതിയ പുതിയ കൃതികൾ ചോദിക്കാം, പുതിയ പുതിയ അച്ചീവ്മെന്റുകൾ ചോദിക്കാം. അതൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള, കറണ്ട് അഫയർ റിലേറ്റഡ് ആയിട്ട് ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ള ഭാഗമാണ് ആർട്ട്, ലിറ്ററേച്ചർ, കൾച്ചർ, സ്പോർട്സ്. അതായത് ആകെയുള്ള ഈ 21 മാർക്ക് പ്രിലിംസിനും മെയിൻസിനും കൂടി ചോദിക്കുമ്പോൾ അതിലെ ഒരു ഭൂരിഭാഗം, പകുതിയിൽ കൂടുതൽ ചോദ്യങ്ങൾ ഒരുപക്ഷെ കറണ്ട് അഫയർ റിലേറ്റഡ് ആയിട്ട് വരാൻ സാധ്യതയുള്ളതാണ്. അങ്ങനെയാണ് മുൻവർഷ ചോദ്യങ്ങളൊക്കെ നമുക്ക് പരിശോധിക്കുമ്പോൾ മനസ്സിലാവുന്നത്. ഓക്കെയാണ്. ഇനി നോക്കിയേ, ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ ഇവിടെ 6 മാർക്കാണ്. പ്രിലിമിനറിക്കോ 5 മാർക്ക്, ഇവിടെ 6 മാർക്ക്. അങ്ങനെ ആകെ 11 മാർക്കിന് രണ്ടിനും പ്രയോജനം ലഭിക്കുന്നുണ്ട്. ദെൻ ഇനി നോക്കിയേ, ഇനിയാണ് പ്രധാനപ്പെട്ട സംഗതി, ഒരു ഗെയിം ചേഞ്ചർ അല്ലെങ്കിൽ ഒരു പ്രധാന ആകർഷണം എന്താണെന്ന് ചോദിച്ചാൽ, പ്രിലിമിനറിക്ക് മാത്സിൽ നിന്ന് 20 മാർക്കാണ്. മെയിൻസിൽ ഇത്രയും കാലം ഇട്ടുകൊണ്ടിരുന്നത് 10 മാർക്കായിരുന്നെങ്കിൽ ഇവിടെ എത്ര മാർക്കുണ്ട്? 15 മാർക്ക് മാത്സിൽ നിന്നാണ്. അതായത് ടോട്ടൽ 35 മാർക്കിന്റെ അഡ്വാൻറ്റേജ് പ്രിലിംസിനും മെയിൻസിനും കൂടെ ഒറ്റ പഠനത്തിൽ നിന്ന്. മാത്സിന്റെ ഒരു പ്രത്യേകത, നമ്മൾ ഒറ്റ തവണ ആ ഒരു മുഴുവൻ സിലബസിലൂടെയും കടന്നു പോയിട്ടുണ്ടെങ്കിൽ പിന്നീട് പ്രാക്ടീസ് ചെയ്താൽ മതി. വീണ്ടും എന്ത് ചെയ്യേണ്ട, ആ ക്ലാസ്സുകൾ വീണ്ടും കാണുമോ അല്ലെങ്കിൽ വീണ്ടും അവിടെ ഒരു പഠനം നടത്തുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ അപ്രോച്ച് അവിടെ എന്താകും? പ്രാക്ടീസിലേക്ക് മാറും. പ്രാക്ടീസ് മേക്സ് വൺ പെർഫെക്റ്റ് എന്ന് പറയുന്നത് കൃത്യമായിട്ട് മാറുന്നത് മാത്സിന്റെ കാര്യത്തിലാണ്. അവിടെ പ്രാക്ടീസിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. അപ്പം അവിടെ ഒരു അഡ്വാൻറ്റേജ് നമുക്ക് കിട്ടുകയാണ്. അതായത് നന്നായിട്ട് മാത്സ് മെന്റൽ എബിലിറ്റി പഠിക്കുന്ന ഒരു കുട്ടിക്ക് 35 മാർക്കിന്റെ ഒരു അഡ്വാൻറ്റേജ് പ്രിലിമിനറിക്ക് നമ്മൾ പഠിക്കുമ്പോൾ അവിടെ നിന്ന് മെയിൻസിലേക്ക് വരുമ്പോൾ ഒരു 15 മാർക്കിന്റെ അഡ്വാൻറ്റേജ് നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്. ദെൻ അതേപോലെ തന്നെ ഇംഗ്ലീഷ് 20 മാർക്ക് പ്രിലിമിനറിക്ക് ഉണ്ട്. അവിടെ നമ്മൾ സിലബസ് മുഴുവൻ കവർ ചെയ്ത് പഠിച്ചാൽ പിന്നീട് ഒരു റിവിഷന്റെ കാര്യം മാത്രമേ മെയിൻസിലേക്കുള്ളൂ. പക്ഷേ മെയിൻസിലാകും 13 മാർക്ക് ചോദിക്കും. അതായത് ടോട്ടൽ 33 മാർക്ക് വരുന്നുണ്ട്. അത് ഇത്രയും നാളും 10 മാർക്കുള്ള ഒരു 3 മാർക്ക് കൂടെ അഡീഷണൽ ആയിട്ട് മെയിൻസിൽ കയറി വന്നു. അപ്പൊ അവിടെ നമുക്ക് ഒരു ഒറ്റ പഠനം നടത്തിയാൽ പിന്നീട് റിവിഷന്റെ മാത്രം ആവശ്യമുള്ളൂ. ഒരു എക്സ്ട്രാ എഫോർട്ട്, വീണ്ടും ഒരു പഠനം ഇംഗ്ലീഷിന്റെ കേസിൽ നമുക്ക് വേണ്ടി വരുന്നില്ല മെയിൻസിലേക്ക് എത്തുമ്പോൾ. ദെൻ മലയാളത്തിലും സെയിം ഇഫക്ട്. നേരത്തെ 10 മാർക്ക് ആയിരുന്നെങ്കിൽ ഇപ്പൊ എത്രയാണ്? 13 മാർക്കാണ് മെയിൻസിന്. അതായത് ടോട്ടൽ ഒരു 23 മാർക്കുണ്ട്. 10 മാർക്കിന് നമ്മൾ ഓൾറെഡി പ്രിലിംസിന് പഠിക്കുന്ന സെയിം സിലബസ് തന്നെയാണ് മെയിൻസിന് പഠിക്കേണ്ടി വരിക. എന്ന് പറഞ്ഞാൽ ചുരുക്കത്തിൽ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം പ്രിലിമിനറിക്ക് പഠിച്ചാൽ പിന്നെ റിവിഷന്റെ കാര്യം മാത്രമേ എവിടെ വരുന്നുള്ളൂ? മെയിൻസിലേക്ക് വരുന്നുള്ളൂ. അപ്പൊ ഈ 3 പേപ്പറുകൾ നമുക്ക് നന്നായിട്ട് പ്രിലിംസിന് പഠിച്ചാൽ സേഫ് ആക്കാനായിട്ട് പറ്റും. സത്യത്തിൽ ഏറ്റവും കൂടുതൽ സമയം കൊടുത്ത് പഠിക്കേണ്ടത് പ്രിലിംസിൽ ഏത് തന്നെയാണ്? ഈ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം തന്നെയാണ്. അപ്പൊ ഇവിടെ നിങ്ങൾ കൃത്യമായ ഒരു സ്ട്രാറ്റജിയോടുകൂടി ഈ 3 വിഷയങ്ങൾ നിങ്ങളുടെ കയ്യിലാക്കിയാൽ നിങ്ങൾ അറിയണം, ഓട്ടോമാറ്റിക്കലി ഇതാ ഇവിടെ കിട്ടാൻ പോകുന്ന 15, 13, 13 ടോട്ടൽ എത്ര വരും?
8 8 3 11 ശിഷ്ടവും ആകെ 41 മാർക്ക് മെയിൻസിന്റെ പേപ്പർ 1-ലുള്ള 41 മാർക്ക് നിങ്ങൾക്ക് സേഫ് ആക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ പ്രിലിംസിൽ 50 മാർക്ക് സേഫ് ആക്കിയാൽ ഇവിടെ വരുമ്പോഴത്തേക്കും മെയിൻസിന് വരുമ്പോഴത്തേക്കും പേപ്പർ 1-ൽ നിങ്ങൾക്ക് 41 മാർക്ക്, ഇത്ര നാളെ 30 മാർക്കേ ഉള്ളൂ, ഇപ്പൊ 41 മാർക്ക് നിങ്ങൾക്ക് സേഫ് ആക്കാനായിട്ട് പറ്റും. ഓക്കെ അല്ലേ? അപ്പൊ അവിടെ അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് എന്നുള്ള കാര്യം എന്ത് ചെയ്തേക്കണം, നന്നായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം, നിങ്ങളെ മനസ്സിൽ പക്കയാക്കി വെച്ചിരിക്കണം. മാത്സ്, ഇംഗ്ലീഷ്, മെന്റൽ എബിലിറ്റി നമ്മളെ നിർണ്ണയിക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 3 സബ്ജക്റ്റുകളാണ് എന്നുള്ളൊരു ധാരണ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവണം. അങ്ങനെ ഒരു അപ്രോച്ചിലേക്ക് നിങ്ങൾക്ക് അവിടെ പോവാനായിട്ട് കഴിയുമെന്നുള്ളതാണ് അവിടെ പറയുന്നത്. ശരി, ഓക്കെ, കുഴപ്പമൊന്നുമില്ല. അപ്പൊ നിങ്ങൾക്ക് അവിടെ നിന്ന് ഈ 2 കാര്യങ്ങൾ എന്ത് ചെയ്യാനായിട്ട് പറ്റും, മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇനിയും GK ഭാഗത്തേക്ക് വന്നാൽ ബാക്കിയുള്ള നിലവിൽ നേരത്തെ 70 മാർക്കിനായിരുന്നു GKക്ക് വരുന്നതെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കുറച്ചുകൂടി കുറവ് ക്വസ്റ്റ്യൻസ് മാത്രമേ GKക്ക് വരുന്നുള്ളൂ. അതായത് ടോട്ടൽ, അതായത് 41-ൽ നിന്ന് ബാക്കി എത്രയാണ്, 59 ചോദ്യങ്ങളാണ് GKക്ക് വരിക. ഓക്കെയാണ്. പക്ഷെ ഇവിടെ ഒരു പ്രത്യേകത, ഇവിടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഒരു ഭാഗം നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. കോൺസ്റ്റിറ്റ്യൂഷൻ ഇപ്പൊ LSGSന്റെ എക്സാം ആണെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഇവിടെ പേപ്പർ 1-ലും ഉണ്ടായിരുന്നു, എന്നാൽ എക്കണോമിക്സ് അവിടെ ഉണ്ടായിരുന്നില്ല. ഇവിടെ എന്താണ്, എക്കണോമിക്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ എക്കണോമിക്സ് പ്രിലിംസിന് പഠിച്ചാൽ വേസ്റ്റ് അല്ല, മെയിൻസിൽ 7 മാർക്ക് കിടപ്പുണ്ട്. ഇനി എവിടെയാണ് ഈ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ കിടക്കുക, അതിന് നമ്മൾ പേപ്പർ 2-ലേക്ക് പോകണം. അതായത് സെക്രട്ടറി അസിസ്റ്റന്റ് പേപ്പർ 2-ലേക്ക് പോയാൽ അവിടെ 20 മാർക്കിന്റെ റീജിയൻ എത്രയാണ്, 20 മാർക്കിന്റെ റീജിയൻ. മൊഡ്യൂൾ 3 12 മാർക്കും, മൊഡ്യൂൾ 4 8 മാർക്കും, അങ്ങനെ ആകെ 20 മാർക്കിന്റെ റീജിയൻ എന്താണ്, അത് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. ഓക്കെ, അതായത് കോൺസ്റ്റിറ്റ്യൂഷണൽ സ്ട്രക്ചർ നമ്മൾ പഠിക്കുന്ന തന്നെ സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, പ്രിയാമ്പിൾ, ഫണ്ടമെന്റൽ റൈറ്റ്, ഡയറക്ടറി പ്രിൻസിപ്പിൾസ്, അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഹൈക്കോർട്ട്, ഇതെല്ലാം നമ്മൾ ഓൾറെഡി പഠിക്കുന്നതാണ്. 12 മാർക്ക് ലക്ഷ്മികാന്തിന്റെ ടെക്സ്റ്റ് ബുക്ക് വെച്ചൊക്കെ പഠിക്കേണ്ട പ്രധാനപ്പെട്ട ഭാഗങ്ങൾ അവിടെ. അതേപോലെ തന്നെ അടുത്ത് നോക്കിയടാ, സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻഷിപ്പ് കുറച്ചുകൂടി വാസ്റ്റ് ആയിട്ട് കുറച്ചുകൂടി കാര്യങ്ങൾ എന്ത് ചെയ്തിരിക്കുന്നു, ഒരു ആഡ് ചെയ്തിരിക്കുന്നു. അപ്പൊ അവിടെ നിന്ന് നിങ്ങൾക്ക് എന്താണ്, കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഒരു ഭാഗം പ്രിലിംസിന് പഠിക്കുമ്പോൾ മെയിൻസിന്റെ പേപ്പർ 2-ൽ ഒരു അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. 20 മാർക്കാണ് അവിടെ വരിക. ഓക്കെ അല്ലേ? അതായത് മെയിൻസിന്റെ പേപ്പറിൽ കിടക്കുന്ന 100 മാർക്കിന് നമ്മൾ പഠിക്കുമ്പോൾ, അതായത് മെയിൻസിന്റെ പേപ്പറിൽ കിടക്കുന്ന ആകെ ഈ 100 മാർക്ക് നമ്മൾ പഠിക്കുമ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഈ കിടക്കുന്ന 100 മാർക്ക് കിട്ടുന്നുണ്ട്, പ്ലസ് 20 മാർക്ക് നമുക്ക് എവിടെ നിന്നൂടെ കിട്ടും, മെയിൻസിന്റെ പേപ്പർ കിട്ടും. അതായത് ആകെ 200 മാർക്കിൽ, ആകെയുള്ള 200 മാർക്കിൽ 120 മാർക്കും നമുക്ക് എവിടെ നിന്ന് കിട്ടുന്നുണ്ട്, മെയിൻസിന് 200 മാർക്കാണ് ടോട്ടൽ, അവിടെ 120 മാർക്കിന്റെ അഡ്വാൻറ്റേജ് കിട്ടുന്നുണ്ട്. പിന്നീട് ഒരു 80 മാർക്കാണ് അവിടെയും നമുക്ക് ഈ എക്കണോമിക്സ് പോലെയുള്ള കാര്യങ്ങൾ കയറി വരുന്നുണ്ട്. അത് കേരള എക്കണോമിക്സുമായി ബന്ധപ്പെട്ടതാണ്. മെയിൻസിന് നമ്മൾ പഠിക്കുമ്പോൾ അതിലെ കുറെ കാര്യങ്ങൾ എവിടെ പ്രിലിംസിന് നമ്മൾ പഠിക്കുമ്പോൾ അതിന്റെ കുറെ കാര്യങ്ങൾ നമുക്ക് എവിടെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും, ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ മറ്റു കുറെ ഭാഗങ്ങൾ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട്, മെയിൻസിന്റെ പേപ്പർ 2-ൽ പല ഭാഗങ്ങൾ കയറി വരുന്നുണ്ട്. അതായത് ടോട്ടൽ നമ്മൾ പറയുകയാണെങ്കിൽ ഒരു 120 മാർക്ക് തൊട്ട് 130 മാർക്കിന്റെ വരെ ഒരു അഡ്വാൻറ്റേജ് മെയിൻസിന്റെ സിലബസിൽ നമുക്ക് കിട്ടുന്നുണ്ട് പ്രിലിംസിന് പഠിക്കുന്നതിനോടൊപ്പം. ബാക്കി ഒരു 80 തൊട്ട് 70 മാർക്ക്, 70-80 മാർക്കിനാണ് നമ്മൾ എക്സ്ട്രാ എഫോർട്ട് ഇടേണ്ടി വരിക. അതിനുള്ള സമയം നമ്മുടെ മുൻപിലുണ്ട്. അപ്പൊ നമുക്ക് കൃത്യമായിട്ടൊരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്താൽ പഠിക്കാം. ഇതാണ് റിയാലിറ്റി നിങ്ങൾ മനസ്സിലാക്കുക. അങ്ങനെ നിങ്ങൾക്ക് പഠിച്ചെടുക്കാനായിട്ട് കഴിയും എന്നുള്ളതിന് യാതൊരുവിധ സംശയവുമില്ല. നന്നായിട്ട് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് കഴിയും എന്നുള്ളതാണ് ഈ ഒരു ഭാഗത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാം. അപ്പൊ നിങ്ങൾക്ക് ഒരു ധാരണ കിട്ടി എങ്ങനെയാണ് വരാൻ പോകുന്നത്, എങ്ങനെ പഠിക്കണം, അല്ലെങ്കിൽ പേപ്പർ പ്രിലിംസിന് പഠിക്കുന്നത് കൊണ്ട് പിന്നെ മെയിൻസിന് സെപ്പറേറ്റ് പഠനത്തിന്റെ ആവശ്യമുണ്ടോ, ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി. അപ്പൊ മെയിൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റഡി നിങ്ങൾ ഇപ്പോഴേ എന്ത് ചെയ്യുക, തുടങ്ങി പോവുക. ഓക്കെയാണ്. അപ്പൊ ഇതിനു വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഒരു ദിവസത്തിന്റെ നിങ്ങളെ കൊണ്ട് കഴിയുന്നു, ഓരോരുത്തർക്കും പല സമയമാണ് മാറ്റിവെക്കാനായിട്ട് കഴിയുക. എത്ര സമയമാണോ മാറ്റിവെക്കാനായിട്ട് കഴിയുന്നത് ആ സമയം വെക്കുക. അതനുസരിച്ച് നിങ്ങൾ പ്രിലിമിനറിയുടെ ആ സിലബസ് മെയിൻസ് ഓറിയന്റഡ് ആയിട്ട് എന്ത് ചെയ്യുക, സെറ്റ് ചെയ്യുക. പഠിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് കഴിയും, മാർക്ക്. അപ്പൊ ഇവിടെ നിങ്ങൾ ഓർക്കുക, മാത്സ്, ഇംഗ്ലീഷ്, മലയാളം നേരത്തെ പോലെയല്ല, പ്രാധാന്യം വീണ്ടും കൂടി. നേരത്തെ പ്രാധാന്യം പ്രിലിംസിനുണ്ട്, എന്നാൽ മെയിൻസിലേക്ക് എത്തുമ്പോഴത്തേക്കും വീണ്ടും പ്രാധാന്യം കൂടി. അപ്പൊ ഒരു അഡ്വാൻറ്റേജ് ഇവിടെ നിന്ന് കിട്ടാൻ പോവാണ്. അപ്പൊ അതിനുവേണ്ടി നന്നായിട്ട് നിങ്ങൾ എഫോർട്ട് ഇട്ട് പഠിക്കുക തന്നെ വേണം. ബാക്കിയുള്ള സബ്ജക്റ്റുകളും ഞാൻ പറഞ്ഞതുപോലെ ഒരു അപ്രോച്ച് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. ഇനി ഇതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു നല്ല ബാച്ച്, മന്ത്ര ബാച്ച് സൂപ്പർ നോട്ട്സിൽ ലഭ്യമാണ്. അതായത് 4999 രൂപയാണ് അതിന്റെ കോഴ്സ് ഫീ. 4999 രൂപയ്ക്ക് നമുക്ക് പ്രിലിമിനറിയുടെ സിലബസ്, മെയിൻസിന്റെ സിലബസ് പ്ലസ് ഇന്റർവ്യൂ ഗൈഡൻസ് ഇതെല്ലാം കൂടി ചേർത്തിട്ടാണ്
ആണ് നിങ്ങൾക്ക് കിട്ടുക. ഇനി നിങ്ങൾക്ക് ഇതിനകത്തിൽ സെക്രട്ടറി ടെസ്റ്റിന്റെ മാത്രമല്ല, സെക്രട്ടറി ടെസ്റ്റിന്റെ കൂട്ടത്തിൽ തന്നെ എന്തും കൂടി കിട്ടും, സബ് ഇൻസ്പെക്ടർ കൂടെ കിട്ടുന്നുണ്ട്. പ്രിലിമിനറി കഴിഞ്ഞ് മെയിൻസിലേക്ക് എത്തുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇതിന്റെ എല്ലാം സ്പെഷ്യൽ ടോപ്പിക്, സബ് ഇൻസ്പെക്ടറുടെ സ്പെഷ്യൽ ടോപ്പിക് ഉൾപ്പെടെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അതായത് നിങ്ങൾക്ക് ഒരൊറ്റ കോഴ്സിൽ നിന്ന് ബാക്കി എല്ലാ ഡിഗ്രി ലെവൽ പരീക്ഷകൾക്കും വേണ്ടി തയ്യാറെടുക്കാനായിട്ട് കഴിയുമെന്നുള്ള കാര്യം മനസ്സിലാക്കുക. അമൽ സാറിന്റെ നേതൃത്വത്തിലുള്ള ടീം നിങ്ങളെ കൃത്യമായിട്ട് ഗൈഡ് ചെയ്യാനായിട്ട് ഇവിടെ ഉണ്ട്. 350+ അവേഴ്സിന്റെ ലൈവ് റെക്കോർഡഡ് സെഷനുകൾ ഉണ്ടാവും. 50+ അവേഴ്സിന്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷനുകൾ ഉണ്ടാകും. UPSC മോഡലുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷനുകൾ ഉണ്ടാവും. ഡെയിലി ടെസ്റ്റുകൾ, വീക്ക്ലി, മന്ത്ലി അസസ്മെന്റ് ടെസ്റ്റുകൾ ഒക്കെ ഉണ്ട്. അതേപോലെ തന്നെ കൃത്യമായിട്ടുള്ള മെന്റർഷിപ്പ് സപ്പോർട്ട്, അമൽ സാറിന്റെ നേതൃത്വത്തിലുള്ള മോട്ടിവേഷണൽ സെക്ഷനുകൾ, അങ്ങനെ കൃത്യമായിട്ട് നിങ്ങൾക്ക് പഠിച്ചു പോകാനായിട്ട് കഴിയുന്ന എല്ലാ സാഹചര്യങ്ങളും ഇവിടെയുണ്ട്. നമുക്ക് സൂപ്പർ നോട്ട്സ് എന്ന് പറയുന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. ആപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ലിങ്ക് ഡൗൺലോഡ് ചെയ്താൽ അതിൽ ഡെമോ ക്ലാസ്സുകൾ ലഭ്യമാണ്. ഈ ഒരു കോഴ്സിൽ കയറി, മന്ത്ര എന്ന് പറയുന്ന കോഴ്സിൽ കയറി കഴിയുമ്പോൾ അവിടെ ഡെമോ ക്ലാസ്സുകൾ ലഭ്യമാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് കഴിയും, 8281223366 എന്ന് പറയുന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ ഡെമോ ക്ലാസ്സുകൾ നിങ്ങൾക്ക് അയച്ചു തരും. ആ ക്ലാസ്സുകളൊക്കെ കണ്ട് സെറ്റാക്കി ഓക്കെ ആക്കി നിങ്ങൾക്ക് ഈ ബാച്ചിലേക്ക് ജോയിൻ ചെയ്താൽ മതിയാകും. അപ്പം എന്ത് ചെയ്യുക, അതിനായിട്ട് ഈ നമ്പറിൽ ബന്ധപ്പെടുക, 8281223366. ഓക്കെ അല്ലേ? അപ്പൊ നന്നായിട്ട് നിങ്ങളുടെ പഠനം മുന്നോട്ട് പോകട്ടെ. നമുക്ക് മറ്റൊരു സെഷനിൽ കാണാം. അതുവരേക്കും താങ്ക് യു.